സൂരജ് രാജൻ, അദ്ദേഹം മലയാളി വിദ്യാർത്ഥിയാണ്, അവിടുത്തെ PhD സ്റ്റുഡൻ്റ് ആണ്. ഈ സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹൈഫയിൽ നിന്ന്. സൂരജ്, സ്വാഗതം. താങ്കൾ സുരക്ഷിതനായിരുന്നാണല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അവിടെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് IDF അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ടെല്ലവീവും ഹൈഫയുമാണ് പ്രധാനപ്പെട്ട ആക്രമണത്തിന് സാധ്യതയുള്ള രണ്ട് നഗരങ്ങളെന്ന് കേൾക്കുന്നു. നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് സൈറനൊക്കെ കിട്ടിക്കാണുമല്ലോ ഇപ്പോഴല്ലേ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് സൈറൻ കിട്ടിയായിരുന്നു. അത് രണ്ട് രീതിയിലുണ്ട്. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈലിൽ. അതിനകത്ത് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കിട്ടും. അല്ലാതെ ഒരു മൊബൈൽ അലേർട്ടും വരാറുണ്ട്. സോ അതുകൊണ്ട് കമാൻഡിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴിപ്പോ ഈ ടെഹ്റാനിലേക്കുള്ള ഇസ്രായേലിന്റെ വലിയൊരു ആക്രമണം, അതിനൊരു മറുപടി, ഇതുവരെ ഇസ്രായേൽ കാണാത്ത മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് അവിടെ ടെഹ്റാനിൽ നിന്ന് അവരുടെ വാർത്താ ഏജൻസികൾ നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ മുന്നറിയിപ്പ് സൈറൻ മുഴങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹൈഫൈ നഗരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു അല്ലേ? വലിയ തോതിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇന്നലെയും ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഇറാൻ ആക്രമണത്തിൽ? മിസൈൽസ് ഹൈഫ സിറ്റിയിൽ വന്നിട്ടുള്ളതായിട്ടുണ്ട്, നമുക്ക് അറിഞ്ഞായിരുന്നു. പക്ഷേ ഈ നമ്മൾ ബോംബ് ഷെൽട്ടറിലെ കറക്റ്റ് ടൈമിലും ഇവർ ഇപ്പം പുതിയൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇറാനിയൻ മിസൈൽസ് വരുന്നുണ്ട്, കാരണം ടൈം കൂടുതൽ കിട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റ് മുമ്പ് നമുക്ക് പ്രൊട്ടക്റ്റഡ് സ്പേസിലോട്ട് ആദ്യമേ എത്താനുള്ളൊരു നോട്ടിഫിക്കേഷനും, പിന്നെ അത് കഴിഞ്ഞ് പ്രൊട്ടക്റ്റഡ് സ്പേസിൽ എൻ്റർ ചെയ്യാനും, പിന്നെ അതിനുശേഷം ഈ മിസൈൽ ഈ ഒരു ട്രജക്ടറിയിൽ വരുവാണെങ്കിൽ മാത്രമേ ഈ ഏരിയയിൽ അലേർട്ട് അടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കത് ലോക്ക് ചെയ്ത് ഒരു നേരത്തെ കയറി ഇരിക്കാനുള്ള ഒരു സിസ്റ്റം പുതുതായിട്ട് ഒരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഈ പർട്ടിക്കുലർ കേസിൽ. അതുകൊണ്ട് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഹൈഫൈൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഇപ്പം യൂണിവേഴ്സിറ്റി ഏരിയയിലും അങ്ങനത്തെ ഏരിയകളിലും ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു റിഫൈനറിയിൽ എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല, ഒന്നും അറിയാനും പറ്റിയിട്ടുമില്ല. നേരത്തെ ഉള്ളതുപോലെ അല്ല ഇത്തവണ ഇസ്രായേലിലേക്ക്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ട് കുറേ അധികം മിസൈലുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വീഴുകയും വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ടെല്ലവീവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. പല കെട്ടിടങ്ങളും തകർന്നു, വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിന് അത്ര പരിചിതമല്ലാത്ത ഒരു തിരിച്ചടി ഈ കഴിഞ്ഞ 3 ദിവസത്തിനിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി ജാഗ്രത അവിടുത്തെ ജനങ്ങൾക്ക്, പ്രദേശവാസികൾക്ക്, അവിടെ താമസക്കാർക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നൽകുന്നുണ്ടാകും അല്ലേ? ജാഗ്രതയുണ്ട് എല്ലാവരോടും. ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ആപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇൻസ്ട്രക്ഷൻ ഒരു 90-95% നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ബോംബ് ഷെൽട്ടറിൽ കയറി കഴിഞ്ഞാൽ തന്നെ 95% ഓഫ് ദ ഫേറ്റാലിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇന്നലെ നടന്ന അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഡെത്തുകളെല്ലാം ചിലപ്പോൾ ഈ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ ഇത് ഇഗ്നോർ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ബോംബ് ഷെൽട്ടറിൽ കറക്റ്റ് സമയത്ത് കയറാത്തതാണ് ഒരു ബാക്കി ഫേറ്റാലിറ്റീസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എല്ലാ സ്റ്റുഡൻസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എംബസി കൃത്യമായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ സ്റ്റുഡൻസുമായിട്ട് ഇന്ത്യൻ എംബസിയിൽ നിന്ന് നോഡൽ ഓഫീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആണെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ആണെങ്കിലും തരും. ഇന്നും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം സപ്പോർട്ടും കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ളൊരു മിസൈൽ അറ്റാക്ക് ആണല്ലോ ഇത്. ഒരേ സമയത്ത് 100-150 മിസൈലൊക്കെ വരുന്ന സമയത്ത് എപ്പോഴായാലും ആ ഒരു എറർ റേഷ്യോ ഉണ്ടാവുമല്ലോ. ആ എറർ റേഷ്യോയുടെ ഒരു ഫലമായിട്ടായിരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പൊതുവെ ഈ ഒരു ഏരിയയിൽ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മിസൈൽ അങ്ങനെ ലാൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യവും ഇനി ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഹൈഫ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണല്ലോ, കാരണം ഒരു തുറമുഖ നഗരം കൂടിയാണ്. അതുകൊണ്ട് ഏത് സമയത്തും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ടെല്ലവീവും ഹൈഫയും അതിൽ ഉറപ്പായും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ആ നിലയ്ക്ക് കുറച്ചുകൂടി തന്ത്രപ്രധാന കേന്ദ്രങ്ങളാണെന്ന് തോന്നുമല്ലേ? ഈ പറയുന്ന ഒരു നഗരത്തെ സംബന്ധിച്ച് ഒരു തുറമുഖ നഗരം എന്നത് ഈ യുദ്ധസമാന സാഹചര്യത്തിൽ വളരെ ക്രൂഷ്യലായ ഒരു സ്ഥലമാണല്ലോ അല്ലേ? ഹൈഫ സിറ്റിയുടെ ഒരു ജോഗ്രഫി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഹൈഫ സിറ്റിയിൽ ഒരു മൗണ്ടൻ ഉണ്ട്, കാർബൽ മൗണ്ടൻ ഉണ്ട്. പിന്നെ ബേ ഏരിയയിലാണ് ഹൈഫ പോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹൈഫയുടെ ഇപ്പുറത്തായിട്ട് സബർബായിട്ട് കിറിയാത്ത് എന്ന് പറയാം, കിറിയാത്തുകളുണ്ട്. അവിടെയാണ് ഈ ഓയിൽ റിഫൈനറി ഉണ്ടായിരിക്കുന്നത്.
യൂണിവേഴ്സിറ്റിയും കൂടുതൽ ആൾക്കാരും ഈ കാർമൽ മൗണ്ടിന്റെ പല പല ലെയറിലായിട്ടാണ് താമസിക്കുന്നത്. അത് പൊതുവേ ഒരു സേഫ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഏരിയ ഒക്കെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈഫയിൽ വീണ മിസൈൽ എന്ന് പറയുന്നത് ഹൈഫ സിറ്റിയുടെ അടുത്തുള്ള സബർബിലോ അല്ല, അത് താമ്ര എന്ന് പറഞ്ഞ ഇവിടെ ദൂരെ മാറിയിട്ടുള്ള ഒരു അറബ് ടൗണിലാണ് അത് വീണേക്കുന്നത്. അത് എല്ലാവരും പറയുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് പോലെയാണ്, അല്ലാതെ ഹൈഫ സിറ്റിയിലല്ല ആദ്യത്തെ ദിവസം വീണത്. പക്ഷെ ഹൈഫ സിറ്റിയിലും ഈ റിഫൈനറികളൊക്കെ കേന്ദ്രീകരിച്ച പ്രശ്നങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഏരിയാസ് അത്യാവശ്യം സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം റിലേറ്റീവ്ലി സേഫർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സൂരജൊക്കെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഈ PhD ചെയ്യുന്നത്? അവിടുത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ദിവസവും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാവരും സുരക്ഷിതരാണല്ലോ അല്ലേ? ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈഫയിലാണ്. ഇവിടെ മലയാളികൾ വളരെ കുറവാണ്. ഞങ്ങളൊരു 4-5-6 പേരേ ഉള്ളൂ മലയാളികളായിട്ടുള്ളത്. പിന്നെ താഴെ ടെക്നിയോൺ എന്ന് പറയുന്നൊരു യൂണിവേഴ്സിറ്റി, അതൊരു എഞ്ചിനീയറിംഗ് സയൻസസിന് വേണ്ടിയുള്ള യൂണിവേഴ്സിറ്റിയാണ് ടെക്നിയോൺ. അവിടെ കുറച്ചും കൂടെ അധികം മലയാളികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ യൂണിവേഴ്സിറ്റികളാണ് അവരെ കൂടുതലും കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ മലയാളികളായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ കൂടെ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആണ്, ഓൺലൈനായിട്ടാണ് ക്ലാസ്സസ് ഉള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ക്ലാസ്സസ് ഇല്ല. അപ്പം നമ്മുടെ വർക്കുകളെല്ലാം കൂടുതൽ ഓൺലൈനാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ആരും പോകേണ്ടി വരത്തില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസ്റ്റന്റ്ലി എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഈ ടെഹ്റാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയൊക്കെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുകയാണ്. സമീപ നഗരങ്ങളിലേക്ക് എംബസി തന്നെ മുൻകൈയെടുത്ത് അവരെ ഇപ്പോൾ മാറ്റുകയാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നമ്മൾ ഇറാനിൽ കാണുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ നിലവിൽ അത്തരമൊരു അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും ഇതുവരെ പോയിട്ടില്ലല്ലോ കാര്യങ്ങളല്ലേ? നാട്ടിൽ നിന്നൊക്കെ സൂരജ് നാട്ടിൽ എവിടെയാണ്? കേരളത്തിൽ എവിടെയാണ്? എൻ്റെ വീട് നാട്ടിൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാ? അല്ല, അപ്പോൾ ഈ ആളുകളൊക്കെ ആശങ്കയോടെ വിളിക്കുമല്ലോ ഈ വാർത്തകളൊക്കെ കാണുമ്പോഴല്ലേ? അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിറ്റിസിസം ആയിട്ടല്ല, പക്ഷേ ഇവിടെ നടക്കുന്നതിന്റെ ഒരു എത്രത്തോളം നിങ്ങൾക്ക് ഇവിടുത്തെ സംഭവങ്ങൾ അവിടെ ട്രാൻസ്ലേറ്റ് ആയിട്ട് നാട്ടിൽ ന്യൂസിൽ കാണിക്കുന്നത് പറ്റുന്നുണ്ട് എന്നെനിക്ക് അറിയില്ല. ഇപ്പം ഇതൊരു ഒറ്റ ബ്ലോക്കായിട്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ കാണുന്നതെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് ഓവർവെൽമിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ ഇത് എല്ലാ ഏരിയയും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. എല്ലാ ഏരിയയിലും ഒരേ സമയത്ത് ചിലപ്പോൾ മിസൈൽ അലേർട്ട് വരണമെന്ന് പോലുമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു മിസൈൽ അലേർട്ട് വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് റിഷോണിലെ സിയോണിലുണ്ട്, അത് സെൻട്രൽ ഇസ്രായേലാണ്, അവിടെ അലാറം വന്നില്ല. സോ ഇത് ഒരിക്കലും യൂണിഫോം ആയിട്ടല്ല അലാറങ്ങൾ വരുന്നത്. ചില ഏരിയയിൽ ചില സമയത്ത് ഡിപ്പെൻസ് ഓൺ ദി ഇന്റൻസിറ്റി ആണ്, എത്ര മിസൈൽ വരുന്നതിന് അനുസരിച്ചാണ് വരുന്നത്. നാട്ടിൽ കുറച്ച് ഒരു ഓവർ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മീഡിയസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു ക്രിറ്റിസിസം എനിക്ക് ചെറുതായിട്ട് പറയാനുണ്ട്. പക്ഷെ എനിക്കറിയാം നിങ്ങൾക്കത് കൃത്യമായിട്ട് ആൾക്കാരിൽ എത്തിക്കാനാണ്. പക്ഷെ കുറച്ചും കൂടെ ന്യൂവാൻസ്ഡ് ആണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം പ്രിക്കോഷൻസ് അത്രയധികം ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ചധികം മനസ്സിലാക്കാൻ പറ്റും. കാരണം ആൾക്കാർ ക്ലിയർ ആണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് മെത്തേഡ്സ് എന്താണ് അതിന്റെ ഇപ്പം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആരെ കോൺടാക്ട് ചെയ്യണം എന്നുള്ള നമ്പർ ഉൾപ്പെടെ അത് ഹീബ്രു ഭാഷയിൽ മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയിലും കൃത്യമായിട്ട് അവൈലബിൾ ആയിട്ട് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് എല്ലാം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. പിന്നെ ലോക്കൽ ആൾക്കാരുടെ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ അവർ ഇപ്പം ഞങ്ങളുടെ ഇപ്പം ഇതിന്റെ യൂണിവേഴ്സിറ്റി ആയിരിക്കും ഞങ്ങൾ നോക്കുന്നത്, അവർ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ കെയർ ഗിവറുമായിട്ടുള്ള ആൾക്കാർക്ക് അവരുടേതായ കെയർ ഗിവറായിട്ടുള്ള കോൺടാക്ടിങ് പോയിന്റ്സും നോഡൽ ഓഫീസേഴ്സും അവർക്കുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് ഈ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി നമുക്കൊരു ഏകദേശം ഒരു ധാരണ നമുക്കറിയാം. പ്രോട്ടോകോൾസ് ഇടയ്ക്ക് മാറും, പ്രോട്ടോകോൾസിനെ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബേസിക് ആയിട്ടുള്ള ലിവിങ് എന്തെങ്കിലും ഇപ്പം വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ നമ്മൾ ബങ്കറിൽ ബോംബ് ഷെൽട്ടറിൽ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഇത് കൂടുതൽ നേരത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെടുത്ത് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതുവരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് എപ്പോഴും ഇറങ്ങാൻ പറ്റും ഓരോ അലേർട്ട് കഴിഞ്ഞ്. സോ അതുകൊണ്ട് അത് സേഫാണ്. നാട്ടിലുള്ളവരോട് ടെൻഷൻ ആകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് കുറച്ചുകൂടെ കൺട്രോൾഡാണ്. യെസ്, മനസ്സിലായി സൂരജ് താങ്കൾ വിശദീകരിച്ചത്. താങ്കൾക്കൊന്നും അത്തരം ഒരു ആശങ്കയുമില്ല. താങ്കളുടെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ സംസാരിക്കുന്ന മുഖഭാവത്തിൽ നിന്നും അറിയാം താങ്കളൊക്കെ വളരെ സുരക്ഷിതനായി തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും സേഫായിട്ടിരിക്കുക, മറ്റുള്ളവരോടൊക്കെ പറയുക, നാട്ടിലുള്ളവരോട് നിങ്ങൾക്കൊന്നും പ്രശ്നങ്ങളില്ല എന്ന് താങ്കൾ അറിയിക്കുകയും ചെയ്തു. വളരെ നന്ദി. ഹൈഫയിൽ നിന്നാണ് സൂരജ് രാജൻ, അവിടുത്തെ PhD സ്റ്റുഡൻ്റാണ്, അവിടുത്തെ സർവകലാശാലയിൽ പഠിക്കുകയാണ്, ഗവേഷകനാണ്. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അവരൊക്കെ സേഫായിരിക്കുന്നു എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഇപ്പോഴും ഹൈഫ ഒരു പ്രധാന നഗരമാണ്, ഒരു പോർട്ട് സിറ്റിയാണ്. അവിടെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു മുന്നറിയിപ്പ് നൽകുമ്പോഴും അവരൊക്കെ സുരക്ഷിതരായി ഇരിക്കുന്നു. അത് പാലിച്ചാൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു.